മുണ്ടക്കയത്തു നിന്ന് 6 വർഷം മുൻപ് കാണാതായ ജസ്നയുടെ തിരോധാനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പിതാവ്. ജസ്നയ്ക്കൊപ്പം കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ലെന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് CJM കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണമുള്ളത്. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നതുമടക്കമുള്ള CBI കണ്ടെത്തലുകൾ തള്ളണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസ് പരിഗണിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CBIയുടെ ഭാഗം കേൾക്കുന്നതിനായി കേസ് മാർച്ച് 26 മാറ്റിവെച്ചു. CBIയുടെ അന്വേഷണം കടന്നു ചെല്ലാത്ത മേഖലകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. 2018 മാർച്ച് 22 രാവിലെ പത്തനംതിട്ട മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് ജസ്ന ഓട്ടോറിക്ഷയിൽ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ കയറി മുണ്ടക്കയത്തേക്ക് പോയി. പുളിക്കുന്ന് വരെ ജസ്ന ഇതേ ബസ്സിൽ ഉണ്ടായിരുന്നതായി കണിമല ബാങ്കിന്റെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ജസ്നയെ കാണാതാകുന്നത്. ഈ മേഖലയിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു. ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ കാരണങ്ങളെക്കുറിച്ച് CBI പരിശോധിച്ചില്ല. കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു. അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിനാലാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് CBI അന്വേഷിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു. രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ തിരുവല്ല DYSPയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ CBI തയ്യാറായില്ല. അമിത രക്തസ്രാവത്തിൽ ഭയന്ന ജസ്ന ഈ വിവരം കാരണക്കാരനായ അജ്ഞാത സുഹൃത്തിനെ അറിയിക്കാൻ വീട് വിട്ട് ഇറങ്ങിയതാവാമെന്നാണ് അച്ഛന്റെ സംശയം. ഇതിനെക്കുറിച്ചും CBI അന്വേഷണം ഉണ്ടായിട്ടില്ല. ജസ്ന കോളേജിന് പുറത്ത് NSS ക്യാമ്പുകൾക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയില്ല. CBI അന്വേഷണം പരാജയമാണെന്നാണ് പിതാവ് ഹർജിയിൽ ആരോപിക്കുന്നത്. കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും CBI കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമാണ് CBIയുടെ കണ്ടെത്തലും. 2018 മാർച്ച് 22 ജസ്നയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് CBIയിലേക്ക് എത്തിയത്. കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് 2021 ഫെബ്രുവരി 19 ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്.